ദാ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ ടെൻഷൻ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ റവ, 1 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ സാധാരണ ഞാൻ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിഥി സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കൽ. ഇത് ലെസ് അബ്സോർബൻസി ആണ്, അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്താലും കുറച്ച് എണ്ണ മാത്രമേ കുടിക്കുള്ളൂ. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചിട്ട് കൊടുത്തിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് നല്ല ചൂടോടെ തന്നെ ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പൊടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ എത്തുന്ന രീതിയിൽ വേണം പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ അത്യാവശ്യം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നോർമൽ വെള്ളം ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് നല്ലപോലെ തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനിയില്ലേ 2 പാളയംതോടമ്പഴം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അരച്ച് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ഇത്തിരി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും കൂടിയിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ചുടുന്നതിന് തൊട്ട് മുന്നേ ആയി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം കേട്ടോ. ദോശമാവ് പോലെ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. പിന്നില്ലേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികളിൽ ഒന്നായ പാരിസൺസ് ഗ്രൂപ്പിൻ്റെയാണ് കേട്ടോ ഈ അതിഥി. കേരളത്തിലെ സൺഫ്ലവർ ഓയിൽ റിഫൈനറിയുള്ള ഏക ഗ്രൂപ്പും കൂടിയാണ് പാരിസൺസ് ഗ്രൂപ്പ്. ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കല്ലേ.